ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫ്രൈഡേ മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി പോയി കിടന്നു. പിന്നെ കുറച്ചൊരു 8 മണിയായപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ചായക്കൊക്കെ വെള്ളം വെക്കാനായിട്ട് പാത്രം ഒന്ന് ആദ്യം കഴുകിയെടുക്കുന്നുണ്ട്. നല്ല മഴയാണ്. ഇന്നലെ രാത്രി കുറച്ചൊരു കുറവുണ്ടായിരുന്നു കേട്ടോ മഴയ്ക്ക്. ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മഴ പെയ്തോട്ടെ. നമ്മൾ ദുരിത മഴ എന്നൊന്നും പറയരുത്, ദുരിതപ്പെയ്ത്ത് എന്നൊന്നും പറയരുത്. മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ, വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അപകടങ്ങളും ആപത്തുകളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുത്താറി ദോശയാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് റാഗിപ്പൊടി, അതുപോലെ തന്നെ 1/4 കപ്പ് തൈരും, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട്, വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഞാൻ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളത് മിക്സാക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ടയില്ലാണ്ട് പരത്തിയെടുത്താൽ മതി. നല്ല മുരിഞ്ഞിട്ടുള്ള ദോശ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട കേട്ടോ. ഇനി നമുക്ക് ചായയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ രാവിലെ ഷുഗറുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ റാഗി ദോശ എന്ന് പറയുന്നത്. ചോറ് ചേർത്ത് അരക്കരുത്. ഇനിയിപ്പോൾ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. രാവിലെ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ, ചപ്പാത്തി നമ്മൾ രാത്രി ഉണ്ടാക്കി കൊടുക്കുമല്ലോ, പിന്നെ രാവിലെ അത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു മടുപ്പായിരിക്കും. അപ്പോൾ രാവിലെ ഇതുപോലത്തെ ഒക്കെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ദോശയോ അല്ലെങ്കിൽ റാഗിപ്പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. പാലൊന്ന് പകുതി ഞാനൊരു കപ്പിലേക്ക് മാറ്റിയിട്ട് വീണ്ടും പാൽ ചായക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉലുവാക്കഞ്ഞി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 10 മണി ആവുന്ന ടൈമിലാണ് നമ്മൾ കുടിക്കാറുള്ളത് ചില ദിവസങ്ങളിൽ. ഇന്നിപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കിയപ്പോൾ എന്തായാലും ഒരു 10 മണിക്ക് കുടിക്കാമെന്ന് വിചാരിക്കും. കടി ഉണ്ടാക്കാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ രാവിലെ 8 മണിക്ക് തന്നെ ഉലുവാക്കഞ്ഞി കുടിക്കും കേട്ടോ. ചായയൊക്കെ കുടിച്ച്, ഒരു ഗ്ലാസ്സൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ ഉലുവാക്കഞ്ഞി കുടിക്കാറുള്ളത്. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് അതും കൂട്ടിയിട്ടാണ് ചായ രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മുത്താറിയൊക്കെ അരച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടോടുകൂടി ഇത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊരിഞ്ഞതുപോലെ ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ല മൊരിഞ്ഞിട്ടാണ് ഈ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് ചൂടോടുകൂടി കഴിക്കാൻ കൊടുക്കുക കേട്ടോ. കറിയില്ലെങ്കിലും നമുക്ക് ഇതിങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല രസമാണ്. പിന്നെ ഇത് നല്ല പഴുത്തിട്ട് രാവിലെ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ചെറുനാരക നീരൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇങ്ങനെ തൂവി കൊടുത്തിട്ട് ഇതിങ്ങനെ കഴിക്കാനും കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഇവിടെ മധുരം ചേർത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവക്കോട എന്ന് പറയുന്ന സാധനം, ബട്ടർ ഫ്രൂട്ട് എന്നാണ് ഞങ്ങൾ പറയരുത് കേട്ടോ. ഇതും ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണിത്. ഇവനൊരു കില്ലാടി തന്നെയാണ് കേട്ടോ ഈ ഒരു ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം. ഇതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ പിന്നെ 10 മണിയായപ്പോൾ ഉലുവാക്കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ, അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.